സംഘടന വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ സുന്നി യുവജന സംഘം നിലവിൽ വന്നു. ശേഷം വിദ്യാർത്ഥികൾക്ക് സംഘടന വേണമെന്ന് വളരെ ആവശ്യമായി വന്നു. അങ്ങനെയുള്ള സമയത്താണ്, ഞാനതൊന്നും പരത്തി പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ന പോലെ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ മാറിപ്പോന്ന് ഇപ്പോൾ വളരെ മോശമായ അന്തരീക്ഷം, ഇനിയും മോശമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. നമ്മുടെ ഒരു കേരളത്തിൽ മാത്രമല്ല, മഹല്ലാന്തരങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ ലോകത്തെവിടെയും നമുക്കിത് കാണാൻ കഴിയും. അനാശ്വാസ പ്രവർത്തനങ്ങളും അധാർമികമായ പ്രവർത്തനങ്ങളും അക്രമങ്ങളും, എത്രയോ ആളുകൾ ഓരോ ദിവസം കൊല ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായ മരണത്തിനപ്പുറം കൊലപാതകങ്ങളും ചാവേറാക്രമണങ്ങളും അങ്ങനെ കൊള്ളിവെപ്പും തുടങ്ങി എന്തെല്ലാമുണ്ടോ അതെല്ലാം നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങളും അല്ലാത്തവരൊന്നും വ്യത്യാസമില്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ നിയമാവലികളുണ്ട്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ പരാമർശിക്കുന്ന വളരെ വ്യക്തമായ നിയമസംഹിതകൾ ഉള്ള ദീനാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ യുഗങ്ങളിൽ എന്തു തന്നെ വന്നാലും ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സമസ്തകാല ജമിയത്തുൽ ഉലമാ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവർ നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നുവിടുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യണമെന്ന് പണ്ഡിത സഭയായ സമസ്ത ജമിയത്തുൽ ഉലമായുടെ ഏത് പ്രകാരമാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കാര്യം എവിടെ നിൽക്കുന്നു ചോദിച്ചാൽ, മുസ്ലിം ചെറുപ്പക്കാർ അടക്കം അവർക്ക് യാതൊരു നേതൃത്വമില്ലാത്തതുപോലെ വളരെ മോശമായ അന്തരീക്ഷത്തിലേക്കാണ് മഹല്ലുകൾ തൊട്ട് നമ്മൾ നോക്കുമ്പോൾ നാം കാണുന്നത്. കൊലപാതകങ്ങളും അക്രമങ്ങളും അനാശാസ പ്രവർത്തനങ്ങളും, ഇനി അതിനെ തുടർന്ന് എന്തൊക്കെയോ നമുക്ക് പറയാനുണ്ടോ അതെല്ലാം വന്നുകൊണ്ട് വളരെ മോശമായ അന്തരീക്ഷം ഇനിയും അതിലേക്കാണ് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ധാർമ്മികത അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ, അവരിൽ ബോധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത് ചെയ്യൽ വളരെ അനിവാര്യമാണ്. മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം വിവരദോഷികളായ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് പേരിൽ പുറത്തു നിന്നുള്ളവർ വിലയിരുത്തുന്നത് വളരെ മോശമായിട്ടാണ്. ഇസ്ലാം മതത്തെയാണ് അവർ അങ്ങനെ വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിനൊന്നും ഇസ്ലാം മതം ഉത്തരവാദിത്വം ഏൽക്കേണ്ടതില്ല, ഏൽക്കില്ല. മുസ്ലിം പണ്ഡിതന്മാർക്കും ഉത്തരവാദിത്വമില്ല. ദീനിന്റെ നിയമങ്ങളും ദീൻ പറയുന്ന ആലിമീയ നിർദ്ദേശങ്ങളും എല്ലാം വിട്ടേച്ചുകൊണ്ട് സ്വന്തം ഇച്ഛാനുസരണം ഓരോരുത്തരും നീങ്ങുമ്പോൾ എവിടെയും സമാധാനമില്ല. വീട്ടിലും നാട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലും എവിടെയും നമുക്ക് ഫിത്നകളും നാശങ്ങളുമാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് പൂർവകാലത്തേക്ക് നമുക്കിങ്ങനെ ഒരു പരിപാടി കൊണ്ട് എത്തിക്കാൻ കഴിയുമെന്ന അവകാശവാദമൊന്നും ഇല്ല. എങ്കിലും നമ്മുടെ ഈ കൂട്ടമായ പ്രവർത്തനം ഒരളവോളം മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു സംശയമില്ല. പ്രത്യേകിച്ച് മഹല്ലുകൾ, ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ളത്, മഹല്ലിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആ മഹല്ലിൽ നടക്കുന്ന പള്ളി, മദ്രസ പോലത്തെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ നടത്തുക, അതിനാവശ്യമായ ഫണ്ട് ശേഖരിക്കുക, അതിന്റെ കണക്കുകൾ വെക്കുക, അത് ചെലവാക്കുന്ന കണക്ക് വെക്കുക, കൊല്ലമാകുമ്പോ റിപ്പോർട്ട് കണക്കൊക്കെ അവതരിപ്പിച്ച് പിരിയുക. ഇതിന്റെ അപ്പുറം പിന്നെ വേറൊന്നുമില്ല എന്നാണ്. അങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ മഹല്ല് കമ്മിറ്റിയല്ല ഉണ്ടായിരുന്നത്. ആ മഹല്ലിലെ ഖാദിയും കാരണവർമാരുമാണ്.
അതൊരു വലിയ ബലമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് പോയി ഖാദിക്കും ഒരു സ്ഥാനമില്ല, കാരണവന്മാരുമില്ല. ജനറൽ ബോഡിക്കാണ് പരമാധികാരം. ആ ജനബോഡിയും തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി ആരായാലും വേണ്ടില്ല. അപ്പൊ ചിലപ്പോൾ കമ്മിറ്റിയുടെ തീരുമാനം നമുക്കിവിടെ ഈ പള്ളി മദ്രസ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നടത്തുക അത്രയേ വേണ്ടുള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ടതില്ലെന്നല്ല. ദീനിന്റെ കാര്യം എന്ന നിലക്ക് ഉസ്താദ്, ആ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞാൽ ആ പറഞ്ഞവനെ പിരിച്ചുവിടുന്നിടത്തേക്കാണ് പിന്നെ കാര്യം എത്തുന്നത്. അയാൾ വേറൊന്നും പറഞ്ഞിട്ടില്ല, ദീനിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം സമീപകാലത്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെയും ധാർമ്മികമായ ബോധമുണ്ടാക്കണമെങ്കിൽ അത് ആലിമീങ്ങളുടെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തന്നെ പറ്റുകയുള്ളൂ. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യമല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ ഊഹിച്ചെടുക്കുന്നത് പോലെയുള്ള സംഗതികളൊന്നും ഇതിലില്ല. അത് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ നിങ്ങളോട് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ ഒരു സംഘടനയിലേക്ക് നാം എത്തുന്നത്. നേരത്തെ SYS യുവജന സംഘവും SSF വിദ്യാർത്ഥി സംഘടനയായ SSFും അതിന്റെയും താഴെയുള്ള ചെറിയ വിദ്യാർത്ഥികൾക്ക് SBS അവരിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആവേശവും ഉന്മേഷവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ SMA മഹല്ല് ജമാഅത്തുകളുമായി ബന്ധപ്പെട്ട് SMA അടക്കം ജമിയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ഒരുപാട് സംഘടന നമുക്കുണ്ട്. എന്നാൽ ആ സംഘടനക്ക് വ്യത്യസ്തമായി നിൽക്കുന്നുവെങ്കിലും അതെല്ലാം സുന്നത്ത് ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള വ്യത്യസ്തങ്ങളായ ഓരോ സംഘടനകൾ. അതിന്റെ എല്ലാം അടിസ്ഥാനവും ആശയവും ആദർശവും ഒന്നാണ്. പക്ഷേ ഓരോ സംഘടനയിലും ഉള്ളവർ അവരെ പരിഗണിച്ച് അങ്ങനത്തെ ഓരോ സംഘടനകൾ വ്യത്യസ്തങ്ങളാണ്. എന്നാൽ ഇത് ആ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം ഒരുമിച്ച് എല്ലാവരും അണിചേരുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാം എന്ന് പറയുന്ന നമ്മുടെ ആദർശമാണ്. ആദർശം മാത്രമല്ല, നമുക്ക് ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ട്. ആദർശം കൊണ്ട് നമ്മൾ യോജിച്ചു എന്നുകൊണ്ട് മാത്രം സംഘടനയുമായി ഒത്തുചേരാൻ പറ്റിക്കൊള്ളുന്നില്ല. സംഘടനയുടെ നയങ്ങളും നിലപാടുകൾ അതെല്ലാം വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ ആദർശത്തിന് നിരക്കാത്ത ഒന്നും നമ്മളുടേതായ ഒരു ലൈനിലും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചത്. ആ രീതിയിൽ ആ ലൈൻ തന്നെ പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. അത് വേറെന്തോ ഒന്നോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഭൗതികമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒന്നോ അല്ല. സുന്നത്ത് ജമാഅത്ത് അതാണ് ദീനുൽ ഇസ്ലാം, ഹക്കായ ദീൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് വ്യതിചലിച്ച വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ്. ആ ആശയങ്ങളൊന്നും ദീൻ എന്ന് പറഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തുക്കളായ സ്വഹാബത്തിനെ കൈമാറിയ ദീന് അതിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ആ ദീനിന്റെ ശരിയായ രീതിയാണ് ഇവിടെ നിലനിർത്തേണ്ടതും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ചാണ്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ അപ്പുറമുള്ളതാണ്. വമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. ഹക്കിന്റെ പ്രസ്ഥാനം കഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് പിന്നെ വഴികെട്ട ഓരോ പ്രസ്ഥാനങ്ങൾ അതിന്റെ പിന്നിലേക്കൊന്നും നമുക്ക് നയിക്കലുമാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ നേരിട്ട് പറയുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുവേണ്ടി, സമാധാനമുണ്ടാക്കുന്നതിനുവേണ്ടി, എവിടെയാണ് സമാധാനമുള്ളത്? ആർക്കും സമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്ത അന്തരീക്ഷമല്ലേ ഇപ്പോഴുള്ളത്? പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ പട്ടാപ്പകൽ, രാത്രിയും പട്ടാപകൽ പോലെയാകുന്ന വെളിച്ചം കൊടുക്കാൻ സംവിധാനമില്ലായിരുന്നു. പക്ഷേ അന്ന് വാതിൽ തുറന്നിട്ട് ചൂട് സമയത്ത് കിടക്കാൻ, ഉറങ്ങാൻ ആർക്കും